ഹലോ ഗൈസ്, വെൽക്കം ടു ആ ചാനൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടത് നമ്മളെ പാക്കിംഗ് വീഡിയോ ആണ്, മണാലി പോകുന്നതിൻ്റെ. ഇപ്പം നമ്മൾ അങ്ങോട്ട് മണാലി പോകുന്നത് ട്രെയിനിലാണ്. നമ്മൾ ഇപ്പം റെയിൽവേ സ്റ്റേഷൻ എത്തിയായിരുന്നു. നേരത്തെ കണ്ടത് നമ്മൾ റോട്ടയിൽ വരുന്നതാണ്. റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. എല്ലാവരെയും തട്ടിയൊക്കെയാണ് നമ്മൾ കയറിയത്. പിന്നെ ബാഗിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അപാര വെയിറ്റ് ആയിരുന്നു. ബാഗിൻ്റെ വെയിറ്റാണ് നമ്മളെ ബാഗ് കൊണ്ട് ഓടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നമുക്ക് രണ്ടുപേർക്കും. അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാനായിട്ടാണ് തപ്പി നടക്കുന്നത്. നമ്മൾ മണാലിയിൽ അങ്ങോട്ട് 2 ദിവസമൊന്നും എടുക്കുന്നത് കേട്ടോ ട്രെയിനിൽ പോകാനായിട്ട്. അങ്ങാണല്ലോ അറ്റം. വിൻഡോസ് 33, 36. സോ ഗൈസ് നമ്മൾ മാത്രമേ ഉള്ളൂ ഗൈസ് ഈ ബോഗിയിൽ. വേറെ ആരെങ്കിലും ഇനി വരുമോ നാട്ടിനോട് എന്നാലും ഭയങ്കര ഹാപ്പി. പിന്നെ ഏറ്റവും കൂടുതൽ വിൻഡോ സീറ്റ്, 2 പേർക്കും കിട്ടിക്കുന്ന വിൻഡോ സീറ്റ് പ്ലസ് തിന്നാൻ സ്ഥലമുണ്ട്. അതാണ് മുഖ്യം. വീലേ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. AC ആണല്ലേ, കട്ടത്തണുപ്പ് തന്നെ, കട്ടത്തണുപ്പ്. അതേപോലെ തന്നെ മുടിൻ്റെ ഭാരവും കാരണം സത്യം വേണം മുതുകൊക്കെ പോയി. അതുപോട്ട് മണാലി ചെന്ന് അതെല്ലാം സെറ്റ് ചെയ്യണം. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഗൈസ്. ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ മഞ്ഞൊക്കെ ഇങ്ങനെ കിടന്ന് വാരി എറിയണ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. എനിക്ക് മണാലി പോകുമ്പോൾ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, മഞ്ഞിൽ ഇങ്ങനെ കയറി കിടക്കണം. 2, എങ്ങനെയെന്നറിയുമോ, ഞാൻ മഞ്ഞിലിരിക്കും നീനെ തൂക്കിയെടുത്തോണ്ട് പോകും. ഈ 2 കാര്യം എനിക്ക് മസ്റ്റാണ്. മണാലി ചെന്നില്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ ചെയ്തേക്കും ഗൈസ്. അതുകൊണ്ട് എക്സൈറ്റ്മെൻറ്റ്. ഓക്കെ, നമ്മൾ ബുക്ക് ചെയ്ത ട്രെയിൻ രാജധാനി എക്സ്പ്രസ് ആണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് നിന്ന് ഡൽഹി വരെ ഒരാൾക്ക് പെർ ഹെഡ് 3500 രൂപയാണ്. Are you excited? Yes, I'm so excited. Yes. ഫ്രീസറിലിരിക്കുന്ന, അതിൽ AC ഇരിക്കുന്ന, ഫ്രീസായിരിക്കുന്ന ബോട്ടിൽ തണുപ്പുണ്ട് ഗൈസ്. തണുപ്പ്, ഒടുക്കത്തെ തണുപ്പ്. ബെഡ്ഷീറ്റ് മോളുണ്ടല്ലോ, അതാരും ഉണ്ട്. ഗൈസ് നമ്മൾ പല്ലേക്കുന്ന സ്ഥലം. ബാത്റൂം ഇല്ലേടേ, ടോയ്ലറ്റ് ഇല്ലേടാ ഇവിടെ. നാറിയിട്ട് വയ്യ എടാ. അവർക്ക് ഹിന്ദി നമുക്ക് അവരെല്ലാം ഹിന്ദി അല്ലേ, നമുക്ക് മലയാളം അറിഞ്ഞൂടെ. പക്ഷേ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു. ഇതാരെയും ഇരിക്കണോടെ ഇതിൻ്റെ അകത്ത് എൻഗേജൊന്നും. എന്തൊരു ഇത് യൂറോപ്യൻ, ഇത് ഇന്ത്യൻ. എന്തൊരു നീ രാത്രി ട്രെയിൻ പോകുന്നതിനനുസരിച്ച് എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ഞാൻ അമ്മനെ നോക്കി, അമ്മ നല്ല ഉറക്കം. അമ്മനെ എങ്ങനെയൊക്കെ വിളിച്ചുണർത്തിയിട്ടില്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് നല്ലൊരു പൊതിച്ചോറ് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റാണ് ഫുൾ മനസ്സിലിരിക്കുന്നത്. അങ്ങനെ അമ്മേൻ്റെ അടുത്ത് ഉറക്കം വെച്ചില്ല, എങ്ങനെയൊക്കെ ഞാൻ വിളിച്ചുണർത്തി നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറയാം. അങ്ങനെ അമ്മ പൊതിച്ചോറ് പൊളിക്കുകയാണ്. രാത്രി ട്രെയിനിൽ നല്ല ഫുഡ് കിട്ടാൻ പാടായതുകൊണ്ട് അമ്മയും കൂടെ റെഡിയാക്കി എടുത്ത ഫുഡാണ്. ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചെടുത്ത്, അപ്പോൾ അമ്മയും കൂടെ ഇലയിലൊക്കെ വാട്ടി എല്ലാം റെഡിയാക്കി. ഇതിലിപ്പോൾ ആണെങ്കിൽ ബീട്രൂട്ട് തോരന്, ചമ്മന്തി, ചിക്കൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ കറി. ട്രെയിനിൽ പഠിക്കും കേട്ടാ. കൈക്കെല്ലാം വേവാ കുഞ്ഞു. ജ്യൂസി ചിക്കൻ ആണല്ലോ, ജ്യൂസി എന്നുവെച്ചാൽ ഫിഷ് ഫ്രൈ. അടിപൊളി ടേസ്റ്റ്. ഇത് മഷ്റൂമാണ്. എനിക്ക് ട്രെയിനിൽ പൊതിച്ചോറ്. എല്ലാവരും വാങ്ങുക. പിന്നെ ഉള്ളത് മുട്ടയാണ് കേട്ടോ. മുട്ട. രാത്രി നല്ല തണുപ്പായിരുന്നു കേട്ടോ. സംഭവം ട്രെയിൻ നല്ല സൂപ്പർ ഈസി ആയിരുന്നു.
തണുത്ത് നിറച്ച് നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. നമുക്ക് ട്രെയിനിൽ സമയം പോകുന്നത് ഇതേപോലെയൊക്കെ വല്ല സീരീസൊക്കെ വല്ലതും കണ്ട് ലാപ്ടോപ്പിലിരിക്കും, പിന്നെ കുറേയൊക്കെ സ്നാക്സ് കഴിച്ചിരിക്കും. ട്രെയിനിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച സ്നാക്സാണ്, പിന്നെ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ച്, പിന്നെ അവിടെ നിന്ന് റെയിൽവേ കിട്ടുന്ന വെള്ളമാണ്. 10 രൂപയുള്ളൂ. പിന്നെ നമുക്ക് ബുക്കിംഗ് ചെയ്യുമ്പോൾ തന്നെ 2 വെള്ളം ഫ്രീ ആയിട്ട് കിട്ടും, 2 വെള്ളമുണ്ട്. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് പാവ് ബജിയും ആലു പൊറോട്ടയും പിന്നെ തൈരും. ഇപ്പം ആദ്യം നമ്മൾ ആലു പൊറോട്ടയാണ് കഴിക്കുന്നത് കേട്ടോ. അതിൽ നമ്മൾ തൈര് മുക്കിയാണ് കഴിക്കേണ്ടത്. തൈരായിട്ട് മാത്രം കഴിച്ചിരിക്കുന്നു. അടുത്ത നമ്മളിത് കഴിക്കാൻ വേണ്ട പാവ് ബജിയാണ് കേട്ടോ. നമ്മൾ ഈ പാവ് ബജി ഓൺലൈനായിട്ടാണ് ഓർഡർ ചെയ്തത്, ഫുഡ് ട്രക്ക് ആപ്പിലേക്ക്. ഇതെല്ലാം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവരും, നമ്മൾ പോയി വാങ്ങണം. അവിടെ നിന്ന് കിട്ടുന്ന പാവ് ബജി നമ്മളെ ഇവിടുത്തെ അത്ര ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മളങ്ങനെ സിനിമയൊക്കെ കണ്ട് സമയം പോകുമ്പോൾ അടുത്തതിന് ആഹാരം കഴിക്കാൻ സമയമായി. നമ്മളെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം അത് നമ്മൾ ഫുഡ് ട്രക്ക് റെയിൽവേ എന്ന് പറഞ്ഞൊരു ആപ്പിൽ കൂടെയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അതിൽ ഓർഡർ ചെയ്തപ്പോൾ നമുക്ക് ചോറ് അതിൻ്റെ കൂടെ ചപ്പാത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് നിൽക്കുന്ന നമ്മളുടെ മീൽസാണ് ഓർഡർ ചെയ്തത്. അപ്പം എനിക്കൊന്ന് മീൽസിൻ്റെ കൂടെ വരുന്നതാണെന്ന് തോന്നുന്നു ഇതെല്ലാം. ചിക്കനും ബീട്രൂട്ട് അല്ലല്ലോ, ഗ്രീൻ പീസ് ആയിരുന്നു. അടുത്ത് നമ്മളതിന് സ്നാക്സ് ആയിട്ട് ചെറുതായിട്ട് പിസ്സ ഓർഡർ ചെയ്തു. നമ്മളങ്ങനെ പിസ്സയെ കഴിച്ചിട്ട് ഇതാണ് നമ്മൾ ആ സ്റ്റേഷൻ. നമ്മളിനി ഡൽഹിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മെട്രോ സ്റ്റേഷൻ പിടിച്ചിട്ട് നമ്മൾ കാശ്മീർ ഗേറ്റ് എത്തിയിട്ട് അവിടെ നിന്നാണ് ഇനി അടുത്ത മണാലി പോകുന്ന ബസ് പിടിക്കുന്നത്. ബാഗ് നല്ല വെയിറ്റ് ആയിരുന്നു കേട്ടോ. അമ്മുവാണെങ്കിൽ ബാഗ് കൊണ്ട് ഒരാളെ ഇപ്പോൾ ഇട്ടിച്ചിട്ടനെ, എന്നാലും എങ്ങനെയൊക്കെ പോകണം. ബാഗാണെങ്കിൽ ഒടുക്കത്തെ വെയിറ്റ്. ആ വെയിറ്റും കൊണ്ട് നമ്മൾ സ്റ്റേഷൻ മൊത്തം നടന്ന് അങ്ങനെ മെട്രോ എത്തി കേട്ടോ. ഇതാണ് ഡൽഹി മെട്രോ. അതിൻ്റെ എഴുതി കാണിക്കുന്ന മറ്റേ വലിയ ബോർഡ് എടുക്കാൻ പറ്റിയില്ല. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. മെട്രോ ഒക്കെ നല്ല വൃത്തിയാണ് കേട്ടോ. അവിടെ ഭയങ്കര ചെക്കിങ് ആണ്. ബാഗൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ അവിടെ കൗണ്ടറുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ PayTM കയറി ഡൽഹി മെട്രോ സ്റ്റേഷൻ കൊടുത്തിട്ട് എവിടെ തൊട്ട് ഏത് സ്ഥലമാണെന്ന് കൊടുത്തിട്ട് ബുക്ക് ചെയ്യണം. ചെറിയ റേറ്റേ ഉള്ളൂ, 30, 10 രൂപ, 40 രൂപ ആ റേറ്റൊക്കെ ഉള്ളൂ. പക്ഷേ മെട്രോ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല വൃത്തിയും എല്ലാം അടിപൊളിയായിരുന്നു. Next station is Asha. How was the metro station journey? അടിപൊളി. സത്യം നമ്മളായിട്ട് ഫസ്റ്റ്
ഫസ്റ്റ് മെട്രോ ജേണിയാണ് അല്ലേ, അടിപൊളിയായിരുന്നു. പക്ഷേ ഇവനെ വിശ്വസിച്ച് എൻ്റെ അടുത്ത് പോകാൻ വേണ്ടി പറ്റില്ല. ഇവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തോന്ന് നിസാമുദ്ദീനിൽ ഇറങ്ങി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാശ്മീരി ഗേറ്റിൽ എത്താമെന്ന്. ഭാഗ്യം ആ ചേട്ടനെ കിട്ടിയില്ലെങ്കിൽ സത്യം പറയാലോ നമ്മളിവിടെ തെണ്ടുമായിരുന്നു. ഒരു മിലിറ്ററി ചേട്ടൻ പാവം നമുക്ക് വേണ്ടി ചേട്ടൻ നമ്മളെ കൂടെ വന്ന് നമുക്ക് വഴികളെല്ലാം പറഞ്ഞത്, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ അടുത്ത നേരെ നമുക്ക് സിംഗ് ബസ് ലോഞ്ചിൽ പോകണം. അതിനുശേഷം അവിടെ ലഗേജ് വെക്കണം, എന്നിട്ട് വേണം വല്ല തിന്നാൻ പോകാം. എന്നിട്ട് വയ്യ. ഏട്ടാ എന്താണ് വിഷമിച്ചിരിക്കണം? പൊന്നോ, എത്ര മണിക്കൂർ കാത്തിരിക്കണം എന്ന് പറയുമ്പോൾ വിഷമ കുടലി കരിഞ്ഞെന്ന് വേണം പറയാൻ. എൻ്റെ പ്രാർത്ഥന കേട്ട് നമ്മളിവിടെ സിംഗ് ബസ്സിൽ എത്തിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞാൽ അവർക്കിവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ലഗേജ് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എത്ര മണിക്കൂറായിട്ട് കാത്തിരുന്നെന്ന് പറയാമോ. സ്തുതി. സത്യം പിന്നെ മൊട്ട മണ്ണ് കിട്ടിയെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഫുൾ ഗ്യാസും കയറി തലവേദനയൊക്കെ എടുത്ത് തുടങ്ങിയായിരുന്നു. രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല. അതുകൊണ്ട് എന്നാലും അത് അപാരം ചൂടാണല്ലേ. ഇനി പോയി വല്ലതും കഴിച്ചിട്ട് വരാം ഗൈസ്, കാരണം ഭയങ്കരമായിട്ട് വിഷമിട്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് നമ്മൾ ലോഞ്ചിൽ പോയി. ഇതാണ് നമ്മൾ ബസ് കേട്ടോ, നല്ല ബസ്സാണ്. നമ്മൾ സിംഗ് ബസ് ആപ്പിൽ കയറിയാണ് ബുക്ക് ചെയ്ത്. നമ്മൾ റിവ്യൂസെല്ലാം നോക്കിയപ്പം അവർ സിംഗ് ബസ്സാണ് ഏറ്റവും നല്ല ട്രാവലിന് ബെസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് നമ്മളത് ബുക്ക് ചെയ്തത്. ഡൽഹി കുറച്ച് ക്രൗഡഡ് പ്ലേസ് ആണ്. നമുക്ക് ഇപ്പോൾ ഈ സൈഡ് നടക്കുമ്പോൾ തിരക്കില്ലെന്ന് വെച്ചാൽ അപ്പുറം സൈഡ് ഫുൾ ബ്ലോക്കിലാണ് എല്ലാവരും നിൽക്കുന്നത്. നമ്മൾ രാത്രി മൊത്തം ബസ്സിൽ കിടന്ന് ഉറങ്ങിയാണ് ചെയ്തത്. അങ്ങനെ രാവിലെ എണീറ്റുള്ള കാഴ്ചയാണിത്. ഫുൾ ലാൻഡ് സ്ലൈഡ് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലം പോലെയാണ് തോന്നുന്നത്. എന്നുവെച്ചാൽ സൈഡെല്ലാം ഇടിഞ്ഞൊക്കെ ഉണ്ടിരുന്നത്. ഭയങ്കര പേടി തോന്നും കേട്ടോ ബസ് അവിടെ മണാലി പോകുമ്പോൾ. അമ്മ ഒന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണ്, അതാണ് പിന്നെ അമ്മൂനെ കാണിക്കാത്തത്. പക്ഷെ ട്രാവൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല, അവിടെ അനുഭവിച്ച് തന്നെ അറിയണം. നമ്മൾ ആ സ്ഥലങ്ങൾ പോകുമ്പം അതിൻ്റെ വ്യൂസ് ഒക്കെ കാണാം. ബസ്സിൽ പോകുമ്പം തന്നെ കാണാം. അവിടെ എത്തുന്നതിൻ്റെ വ്യൂസ് തന്നെ അടിപൊളിയായിരുന്നു.